ഹായ് ഹലോ. ഇന്നത്തെ വീഡിയോയില് നമ്മുടെ രേണുവല്ല ചർച്ചാ വിഷയം. എന്റെ പേരിലൊരു പീഡന പരാതി വരുന്നുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ഇതാട്ടോ. ഈ സ്ത്രീക്ക് ഒരു 60 വയസ്സുണ്ട്. എനിക്ക് അവരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് വേറെ. പിന്നെ എന്റെ കല്യാണം കഴിഞ്ഞപ്പോൾ 1-2 വർഷമായി. എനിക്കൊരു കുട്ടിയുണ്ട്. ഞാൻ മാന്യമായിട്ടാണ് ജീവിക്കുന്നത്. എനിക്ക് സ്ത്രീകളുടെ ഇടപെടുമ്പോൾ തന്നെ ചെറിയൊരു പേടിയുണ്ട്. കാരണം ഇതിന് മുമ്പ് എനിക്ക് ഇങ്ങനെ ഒരു ആരോപണവും ഈ പറഞ്ഞ കള്ളക്കേസൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വളരെ കെയർഫുള്ളാണ്. പിന്നെ ഈ സ്ത്രീക്ക് 10 വയസ്സുണ്ട്. അതുപോലെ എന്റെ കുടുംബമായിട്ട് അത്ര അടുപ്പമുള്ള ഒരു സ്ത്രീയാണ്. എന്റെ കല്യാണത്തിനും എന്റെ എല്ലാ പരിപാടിക്കും, എന്റെ റിസപ്ഷന്റെ അബുദാബിലെ പരിപാടിക്ക് എല്ലാ പരിപാടി എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. എന്റെ പേരും ഒന്നും ഞാൻ പറയുന്നില്ല. കാര്യം ഇപ്പൊ കേസ് നിൽക്കല്ലേ, എനിക്ക് എഫ്ഐആർ പറയില്ല. കേട്ടോ, ഇത് ഞാനൊരു ഇതാട്ടോ ഒരു ക്ലിയർ പറഞ്ഞാണ്. അപ്പോ സംഭവം എന്ന് പറഞ്ഞാല് എന്റെ ഭാര്യയിൽ നിന്നും എന്റെ ഉമ്മയിൽ നിന്നും ഇവർ കുറച്ച് സ്വർണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ പെങ്ങറിൽ നിന്നും ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ഇത് കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഞാൻ എന്റെ ഫാമിലിയിൽ കയറി കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടുകയും അതിൽ കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഞാനിത് അറിയുന്നത്. കാശും സ്വർണ്ണമൊക്കെ വാങ്ങിച്ച കേസൊക്കെ. അങ്ങനെ ഞങ്ങളോട് യാത്ര അങ്ങനെ ഞാൻ ആദ്യത്തെ ദിവസം ഈ വീഡിയോ കണ്ടപ്പം എനിക്ക് തോന്നി ഇയാളുടെ ഭാഗത്തായിരിക്കും സത്യം. കാരണം ഇയാൾ ഇത്രയും സീരിയസ് ആയിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഇയാളൊരു നല്ല മനുഷ്യനാണോ ചീത്ത മനുഷ്യനാണോ എനിക്ക് അതൊന്നും അറിയത്തില്ല. പക്ഷെ ഇയാളുടെ വർത്തമാനമൊന്നും എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. പറയുന്നതിലൊക്കെ ഒരു പൊരുത്തക്കേട് ഉള്ളതുപോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. എന്തുവായാലും അനുക്കുട്ടി, അതായത് ബിഗ് ബോസിലെ വിന്നറായിട്ടുള്ള അനുക്കുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എപ്പോഴും അനുക്കുട്ടിയുടെ കൂടെ നടക്കുന്നത് കാണാം ഇയാളെ. അപ്പോ ഇയാളെ കുറിച്ച് കുറച്ച് വോയിസുകൾ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ഞാൻ ആദ്യം ഇങ്ങനെ വലിയ കുഴപ്പക്കാരനായിരിക്കത്തില്ല എന്ന് വിചാരിച്ചു. ഈ വീഡിയോ കണ്ടപ്പോ ആ ഒരു വോയിസ് കേട്ട് കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു മനുഷ്യർക്ക് ഇങ്ങനെയൊക്കെ ആവാൻ പറ്റുമോ. ഷോ, എന്തായാലും ആ വോയിസിന്റെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. ഇപ്പം സോഷ്യൽ മീഡിയയിൽ മൊത്തം എനിക്ക് തോന്നണം നീ ആരുമില്ല, നീ ആരാന്ന് എനിക്കറിയാലോ. പിന്നെ നീ ചുമ്മാ കൊഞ്ചല്ല മോന്തക്കിട്ട് അടിക്കൂട്ടോ. പിന്നെ നോമ്പോറെടുത്തണ്ടേ, പിന്നെ വർക്ക് എടുക്കണ്ട, പിന്നെ എക്യുപ്മെന്റ്സിന് അഡ്വാൻസ് കൊടുക്കണം. അങ്ങനെ കോയമ്പത്തൂരും പോകേണ്ടി ചിലപ്പോൾ നോമ്പിന്. മാഷാ അല്ലാ, ദുആ ചെയ്യട്ടാ. മറ്റേത് കിട്ടാനേ അയക്കട്ടെ. എനിക്ക് ഈ 1 പിന്നെ 10 തന്നായിട്ടാ ഒരുമിച്ച് തന്നാൽ മതി, അല്ലെങ്കിൽ പണി പാടും. അക്കൗണ്ടിലും വേണ്ട, മറ്റൊന്നും തന്നെ കയ്യിൽ പണിക്കാശ് പടപെടാന്ന് പണിയും ചെയ്ത് തീർക്കാറോ. പറയണ്ട, രാവിലെ തന്നെ ഒരു 10-35,000 രൂപ കൊടുത്തു. ഇന്നലെയും വീട്ടിലെ സൈഡിൽ പണിയെടുക്കുന്നുണ്ട്. പറയണ്ട, ഇപ്പം തന്നെ ഒരു 1 ലക്ഷം രൂപ അടുത്തായി. എന്തൊരവസ്ഥയാണ് പഠിച്ചോ. ഫിനാൻഷ്യലി ഒന്ന് സ്റ്റഡി ആവുന്നതിന് ഇയാളെ കണ്ടു കഴിഞ്ഞാൽ വലിയ സെലിബ്രിറ്റി ആണ്, വലിയ ഇങ്ങനെ ഹാഷ് പൂഷായിട്ടൊക്കെ നടക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പൈസ ഇല്ലാത്ത ആളായിരുന്നോ ഇങ്ങനെ ഇത്ര ഇതായിട്ട് പൊങ്ങച്ചായിട്ടൊക്കെ നടന്നത്? ജിമ്മനായിട്ട്, വളരെ ഒരു ജിമ്മനാ ഇതൊക്കെ നടന്നത്. വീട്ടിലുള്ള പണി ചെയ്യാനായിട്ട് വരെ കാമുകിയുടെ നിന്ന് പൈസ മേടിച്ചിട്ടാണോ? ഇപ്പൊ ഈ കേസ് കേട്ട് എല്ലാവർക്കും അറിയാലോ. ഇങ്ങനെ ഒരു പരാതി പോയിട്ടുണ്ട്. ഈ ഒരു സ്ത്രീയാണ് പരാതി കൊടുത്തത്. അവരെ വഞ്ചിച്ചു എന്നാണ്, വിശ്വാസ വഞ്ചന ചെയ്തു എന്നുള്ള പരാതിയാണ് അവർ കൊടുത്തേക്കുന്നത്. അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചു, അവരുമായിട്ട് ഫിസിക്കൽ റിലേഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തോ ഇവരുടെ ഇടയിൽ പ്രശ്നങ്ങളായി. അതായപ്പോ പൈസ തിരിച്ചു ചോദിച്ചു. അപ്പൊ പൈസ തിരിച്ചു ചോദിച്ചപ്പോ പൈസ കൊടുത്തില്ല. അപ്പോ ഇയാള് പറഞ്ഞു, നിന്റെ നോട് ഫോട്ടോസ് എന്റെ കയ്യിലുണ്ട്, അത് ഞാൻ പബ്ലിക് ആക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അപ്പോഴാണ് അവർ കൊണ്ടുപോയി കേസ് കൊടുത്തതെന്നാ പറയുന്നത്. താൻ മേടിച്ച പൈസയല്ലോ ഇടൂ, അത് അവര് തിരിച്ചു ചോദിക്കുമ്പോ താൻ പറയും ഇങ്ങനെ ഫോട്ടോസ് വെളിയിൽ വിടുമെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്താനായിട്ട്. താൻ അത്ര വലിയ സെലിബ്രിറ്റിയാ ആയിരിക്കും, താൻ വലിയൊരു സെലിബ്രിറ്റി ആയിരിക്കും. അപ്പൊ സെലിബ്രിറ്റീസ് എന്ത് ചെയ്താലും ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളത് വിചാരിച്ചിട്ടായിരിക്കും സ്ത്രീകളോട് ഈ അതിക്രമം കാണിച്ചത്. അപ്പൊ അവര് കൊണ്ടുപോയി കേസ് കൊടുത്തു. അവര് പൈസ ചോദിച്ചപ്പോ എന്തെങ്കിലും ഇങ്ങനെ വലിയ പഞ്ചാരയൊക്കെ പറഞ്ഞൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ. ഇതണക്ക് തനിക്ക് എന്തെങ്കിലും പറഞ്ഞങ്ങ് നിന്നാ പോരായിരുന്നോ? അവരെ ഭീഷണിപ്പെടുത്താനും അല്ലെങ്കിൽ അവരുടെ ഫോട്ടോസ് ഒക്കെ ലീക്ക് ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ അസഹിക്കുന്നത്. കൊണ്ടുപോയി കേസ് കൊടുത്തു. നല്ല കാര്യം, പോയി കിടക്കില്ലെങ്കിലും തീർന്നിട്ടില്ല, ഇനിയുണ്ടേ. അവർക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കും എന്ന് പറയണേ. ഏകദേശം അനീറ്റ നമ്മുടെ അപ്പൂൻ്റെ ഗേൾഫ്രണ്ട്, അവളെന്ന് പറഞ്ഞു നജുമാൻ്റെ സ്റ്റാറ്റസ് ഫുള്ള് ഷിയാസ്കിയാന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് മാറി ചോദിച്ചു, അവൾക്ക് നജുമാക്ക് വലിയ ബോയ് ഫ്രണ്ടിലും ഉണ്ടാവും, ഇടയ്ക്ക് തന്നെ ഈ ലവിൻ്റെ സ്റ്റാറ്റസ് ഒക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ പ്രാന്താന്ന് തോന്നുന്നു, അത്രേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞാണ് ജസ്റ്റ് ടോക്കൊന്നും അത്രേ ഉള്ളൂ. അത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാണ്. നീ ലവ് പോകുന്ന അതിൽ ഇടണ്ടെന്നാണ് അധികം. അത് നിൻ്റെ വില പോകും. എനിക്ക് ലവ് ഉണ്ടെങ്കിൽ നിൻ്റെ വായിലേം തരുന്നുണ്ട്, കുടിച്ചോ. ഇത്ര വൃത്തികെട്ടവനായിരുന്നു അവൻ. പിന്നെ എന്തിനാണ് വലിയ ഇരുന്നിട്ട് പറയുന്നത്? അതും പറയുന്നത് എന്തരാ, 60 വയസ്സുള്ള ഒരു സ്ത്രീയാണ് എന്നാണ് അയാൾ തന്നെ പറഞ്ഞത്. 60 വയസ്സുള്ള ഒരു സ്ത്രീയോടാണോ താൻ ഈ രീതിയിലൊക്കെ സംസാരിക്കുന്നത്? താൻ തന്നെയല്ലേ പറഞ്ഞത് 60 വയസ്സുള്ള എന്റെ ഉമ്മാടെ പ്രായമുള്ള ഒരാളാണ്. ഇത് തന്റെ തന്നെ സൗണ്ട് അല്ലേ? അപ്പൊ ഈ രീതിയിലാണോ 60 വയസ്സുള്ള ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത്? അവർക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കും എന്ന് പറഞ്ഞു. അവക്കൊരു കുഴപ്പമില്ല. ആരുടെ കാര്യം പറഞ്ഞെന്നറിയോ? ഭാര്യയുടെ കാര്യം. കല്യാണം കഴിഞ്ഞിട്ട് ഇവന് ഭാര്യ മാത്രം പോരാ, കാമുകിയും വേണം. അതുകൊണ്ട് അവക്കൊരു കുഴപ്പമില്ല. അവക്ക് കൊടുക്കാനുള്ള സ്നേഹം ഞാൻ കൊടുക്കുന്നുണ്ട്. നിനക്ക് തരാനുള്ള സ്നേഹം നിനക്കും തരാം. പിന്നെ നീ ലൗച്ചിനൊന്നും ഇടരുത് അതിന് പകരമായിട്ട്, വൃത്തികെട്ടവനെ.
അപ്പം ഇതിലിപ്പോ 2 ഭാഗമുണ്ട്. ഇപ്പോ ഇയാളുടെ ഭാഗം ഇത്, ആ സ്ത്രീകളുടെ മാന്യമായിട്ടുള്ള ചാറ്റുകളൊക്കെ പുറത്തു വിട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ്. ഇനിയുണ്ട് ചാറ്റുകൾ, ഞാൻ എല്ലാന്നും എടുത്തില്ല. ഇയാളുടെ ഈ രീതിയിലുള്ളത് കേട്ടപ്പോഴേ എനിക്ക് മതിയായി, എനിക്ക് വേണ്ട. അതായത് ഇങ്ങനെ കുലുസിതമായിട്ടുള്ള ചാറ്റുകളൊന്നും വലുതായിട്ട് കേൾക്കാനായിട്ടുള്ള ഇൻട്രസ്റ്റ് എനിക്കില്ല. അത് എൻ്റെ ചാനലിലൂടെ വിടാനായിട്ട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പിന്നെ ചിലതൊക്കെ വിട്ടു, അത്രേ ഉള്ളൂ. ഒരുപാട് കുലുസിത ചാറ്റുകൾ ഇയാൾ പറയുന്നുണ്ട്, പഞ്ചാര ഒലിപ്പിച്ച് സംസാരിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഒക്കെ ഈ സ്ത്രീ പുറത്ത് വിട്ടു. പിന്നെ ഇനി പുറത്ത് വിടാത്ത എന്തൊക്കെ ഉണ്ടാവും അല്ലേ? ഇവരുടെ കയ്യിൽ നിന്നുള്ള പൈസ മൊത്തം ഇയാൾ മേടിച്ചെടുത്തു, എന്നിട്ട് ഈ രീതിയിൽ സംസാരിക്കുന്നു. നിങ്ങൾ കുറിച്ചുള്ള ചാറ്റുകൾ കേൾക്കണോ? കേൾപ്പിച്ചു തരാം, വേണോ? വെയിറ്റ്, കേൾപ്പിച്ചു തരാം. നമുക്കൊന്ന് കേട്ടിട്ട് വരാം. എന്തായാലും ഞാനും ഇറങ്ങി, ഇനി കുളിച്ച് കയറാം. നിങ്ങൾക്ക് കുറച്ച് ചാറ്റുകൾ ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. അതും കുടിസിത ചാറ്റുകൾ. എന്താ വേണം? കുറച്ച് കടമൊന്നുണ്ടോ? അനുമോൾക്ക് ഒരു 1,40,000 കൊടുക്കാനുണ്ട്. ഭാര്യയ്ക്ക് സ്നേഹം കൊടുക്കാനായിട്ട് കാമുകിയുടെ പെർമിഷൻ, ഞാൻ അവൾക്ക് വേണമെന്ന സ്നേഹമൊക്കെ കൊടുക്കും, നീ കൂടെ ഉണ്ടായാൽ മതിയെന്ന്. പിന്നെ അനുക്കുട്ടിയുടെ കാര്യം പറയുന്നുണ്ട്, അനുമോൾ ഒരുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ കടം മേടിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. എന്റെ ദൈവമേ, എന്ത് ചെയ്യുന്നറിയില്ല. അവൾക്കൊരു ഐഫോൺ വാങ്ങിച്ചോണ്ടാവും സമ്മാനമായിട്ട് ഗിഫ്റ്റ്. അത് ഞാൻ വാങ്ങിച്ചത്. ഞാനിപ്പോ അവിടെ കടമൊക്കെ വാങ്ങിക്കേണ്ടി എന്നുള്ള ഒരു വിഷമം. തല കുടിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ആൾക്കാരുടെ മുമ്പില് വീണ്ടും തല കുടിച്ചിരിക്കുക. വീണ്ടും തല കുനിക്കുവാന്ന്. തല കുനിക്കുന്ന ഇഷ്ടമല്ലാത്ത ആൾക്ക് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പുറത്തു വന്ന് നാട്ടുകാരുടെ മുന്നിൽ മൊത്തം തല കുനിക്കേണ്ടി വന്നില്ലേ? ആള് ഇവിടെങ്ങും ഇല്ല, ആള് മുങ്ങിയെന്നാ പറയുന്നത്. ആളെ ഇപ്പൊ കാണാനേ ഇല്ല, ആള് മുങ്ങി. ഇതെല്ലാം അറിഞ്ഞപ്പോഴേ തല കുനിക്കണ്ട, ഇനിയിപ്പൊ ആരുടെ മുഖത്ത് എങ്ങനെ നോക്കും? അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ പുറത്ത് വരുന്നത്. കാമുകിമാരെയൊക്കെ കൊണ്ട് നടക്കുകയും ഓരോന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുമ്പോ അതനുസരിച്ചിട്ട് കൊണ്ട് നടക്കണേ. പക്ഷേ ഇവരുടെ ഒരു സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാവുന്നത്, ഇയാള് ഇപ്പം കല്യാണം കഴിച്ചു കൂടെ കൂട്ടിക്കോളാം എന്നൊന്നും പറഞ്ഞിട്ടില്ല, കല്യാണം കഴിക്കാമെന്നും പറയുന്നില്ല. ഇങ്ങനെ ഒരു ആളായിട്ട് ലിവിങ് ടുഗദർ ആയിട്ട് നമുക്ക് ഇങ്ങനെ പോവാം. പുറത്ത് കല്യാണം കഴിഞ്ഞ് ഭാര്യയുണ്ട്, ഭാര്യ ഇപ്പോൾ പ്രസവിച്ചൊക്കെ കിടക്കുവാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഭാര്യയുണ്ട്, അതവിടെ ഇരിക്കട്ടെ. പിന്നെ എനിക്ക് നീയും കൂടെ പോരെ. എന്റെ പൊന്നു, തീർന്നിട്ടില്ല ചളി തീർന്നിട്ടില്ല ഗൈസ്. എനിക്ക് കാർ ലോൺ ഹൗസ് ലോൺ, എനിക്ക് ഡെയിലി ഉദ്ഘാടനങ്ങൾ പരിപാടി ഉണ്ട്. എന്റെ വീട്ടിലെ കാര്യങ്ങൾ കാറൊക്കെ ലോൺ അടച്ചു പോകാനുള്ള വരുമാനം കിട്ടുന്നുള്ളൂ. ഈ ഉദ്ഘാടനത്തിന് വരുമ്പോൾ കാശ് ഇടുന്ന വയ്ക്കണേ. നല്ല ഷർട്ടുമാരെ കിട്ടുന്ന അവരുടെ കാശുണ്ടെന്നാണ് എല്ലാവരും വിചാരം. എല്ലാവർക്കും ബുദ്ധിമുട്ടുകളുണ്ട്. ആർട്ടിസ്റ്റ് ആവെന്ന് വെച്ചിട്ട് ഞാൻ പറയട്ടെ, ഞാൻ പണ്ട് പെയിന്റിങ്ങും പ്ലംബിങ്ങും പണിക്ക് പോയിട്ടുണ്ട്. എനിക്ക് ഒരു 2-3 ഉദ്ഘാടനമില്ല, എനിക്ക് ഇനി പെയിന്റിങ്ങും പ്ലംബിങ്ങും പോകാൻ പറ്റില്ല. ആർട്ടിസ്റ്റാക്കിന് വലിയ ബുദ്ധിമുട്ടാണ് അത്. പിന്നെ എനിക്ക് ജിമ്മിൽ പോകണം. ആ ജിമ്മിൽ എനിക്ക് ഞാൻ എൻ്റെ ബിജുക്കാട് ജിമ്മിൽ പോകണം, നാടൻ ജിമ്മിൽ. അവിടെ പോയിട്ട് നാളെ ജിമ്മിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് നല്ല ജിമ്മിൽ പോകണം, എനിക്ക് പ്രോട്ടീൻ ഫുഡ് വേണം, എനിക്ക് പുറത്തിറങ്ങും സൺസ്ക്രീൻ യൂസ് ചെയ്യണം. മേക്കപ്പ് ഞാൻ യൂസ് ചെയ്യുന്നില്ല, സൺസ്ക്രീൻ ഇടണം, വെയിലുണ്ടാ പൊള്ളു എൻ്റെ ഫേസ്. പിന്നെ നല്ല ഡ്രസ് ഇടണം. ഞാനിപ്പോൾ ഒരു സ്ലിപ്പറും ഒരു നോർമൽ ഷർട്ട് മാൻഡിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആൾ തന്നെ ഇങ്ങനെ ഒരു നോട്ടത്തോടെ നോക്കും. ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ. ഈ ഇൻഡസ്ട്രിയിലേക്ക് എത്താൻ ഭയങ്കര ഈസിയാണ്. അതിങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ഇവിടെ നിൽക്കാനാണ് ഏറ്റവും പാട്. എനിക്ക് ലക്ഷറി ലൈഫൊക്കെയാണ് എനിക്ക് ജീവിക്കേണ്ടത്, പക്ഷെ അതിനൊന്നുള്ള കാശ് എൻ്റെ കയ്യിലില്ല. അതിന് ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കൂടെ ഒരു കാമുകിയെ കൂട്ടും. നല്ല പൈസയുള്ള ഒരു ഐറ്റത്തിനെ ആയിരിക്കും ഞാൻ കൂടെ കൂട്ടുന്നത്. അവൾ എൻ്റെ സൈഡിലിരിക്കട്ടെ, അവളോട് ഞാൻ കൂടെ ഇങ്ങനെ ചോദിച്ചിരിക്കും. അവൾ എനിക്ക് പൈസ തന്നുകൊണ്ടിരിക്കും. പിന്നെ കല്യാണം കഴിഞ്ഞൊരു ഭാര്യയുണ്ട്, അത് വീട്ടിലുണ്ട്. അത് വീട്ടിൽ അങ്ങത് നാട്ടുകാരൊക്കെ അറിഞ്ഞ് എല്ലാവർക്കും അറിഞ്ഞുള്ള ഒരാൾ വീട്ടിലുണ്ട്. അത് കഴിഞ്ഞിട്ട് കാമുകിയായിട്ട് വെക്കും. എന്തിന്? പൈസയ്ക്ക്. ലക്ഷറി ലൈഫ് ജീവിക്കണ്ടേ എനിക്ക്. പിന്നെ ഇങ്ങനെയുള്ള ബ്രാൻഡഡ് അല്ലാത്ത ഷർട്ട് ഇടാൻ പറ്റുമോ? അല്ലെങ്കിൽ എനിക്ക് നാടൻ ജിമ്മിൽ പോകാൻ പറ്റുമോ? എനിക്ക് പിന്നെ സൺസ്ക്രീം കിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പൊള്ളത്തില്ല എൻ്റെ സ്കിന്ന്. ഇതെല്ലാം എനിക്ക് വേണം. ഇതിനൊക്കെ കാശ് എവിടുന്നാ? എൻ്റെ കാമുകി തരും. പിന്നെ കാമുകിയായിട്ട് ഇടഞ്ഞപ്പോ എല്ലാം കൊളമായി. കാമുകി എല്ലാം അങ്ങ് പുറത്തിട്ടു. പുള്ളിക്കാരൻ വിശ്വസിച്ചില്ല. കാരണം പുള്ളിക്കാരൻ വലിയ സെലിബ്രിറ്റി അല്ലേ. അപ്പൊ സെലിബ്രിറ്റീസ് എന്ത് പറഞ്ഞാലും എന്ത് കാണിച്ചാലും എല്ലാവരും അങ്ങ് വിശ്വസിക്കും. വേറെ ഉള്ള ആൾക്കാർ, വേറെ ഒരു സ്ത്രീ എന്ത് പറഞ്ഞാലോ ആര് പറഞ്ഞാലോ ആരും ഒന്നും കേൾക്കില്ല, വിശ്വസിക്കില്ല എന്ന് വിചാരിച്ചു പോയി. അങ്ങനെ കിട്ടാവുന്നിടത്തോളം അങ്ങേയറ്റം ഊറ്റിയെടുത്തു. എന്നിട്ട് എന്തോ പറഞ്ഞ് പിണക്കായി, എന്തോ പറഞ്ഞ് അവര് തമ്മിൽ ബ്രേക്കപ്പ് ആവുമോ എന്തോ ചെയ്തപ്പോ പുള്ളിക്കാരത്തി എല്ലാം കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ അങ്ങ് ഇട്ടു. പുള്ളിക്കാരൻ ഏറിപ്പോയി, ഒളിവിലും പോയി. അതാണ് ഇപ്പൊ സംഗതി.
ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇതിൻ്റെ 2 വശം ഉണ്ടെന്ന്. ഞാൻ ഒരു യൂട്യൂബർ ആന്ന് തോന്നുന്നുണ്ട്, അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതിനോട് ഞാൻ പകുതി യോജിക്കുന്നുണ്ട്. ആദ്യം അവർ പറയുന്ന നമുക്കൊന്ന് കേൾക്കാം, അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ഷിയാസ് കരീമിന്റെ കേസിനെ കുറിച്ചാണ്. ഇപ്പൊ ഭയങ്കര കുറെ യൂട്യൂബ് ചാനലിലും ന്യൂസിലൊക്കെ ഞാൻ കണ്ടു. പക്ഷെ എന്റെ കാര്യമായ ഓരോ ഇത് നമ്മൾ ഇത്രയും ഇക്വാലിറ്റിയും പിന്നെ ഒക്കെ സംസാരിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഷിയാസിന്റെ ഫോട്ടോസും വീഡിയോസും ഷിയാസിന്റെ പേരും ഇങ്ങനെ ആൾക്കാര് ന്യൂസിലും ഈ യൂട്യൂബ് റിയാക്ഷൻ ചാനൽസിലൊക്കെ വരുമ്പോൾ എന്തുകൊണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ സ്ത്രീയുടെ പേരോ ഫോട്ടോ ഒന്നും വരാത്തത്? ദാറ്റ് ഇസ് എൻ ഇൻഇക്വാലിറ്റി. അതൊരു ഇൻഇക്വാലിറ്റിയാണ്. ആണായാലും പെണ്ണായാലും തെറ്റ് തന്നെയാണ്. ഇവനിപ്പോ ആ സ്ത്രീയുടെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആ സ്ത്രീ എന്തിന് സ്ത്രീ പിടിച്ചു പറിച്ചൊന്നും കൊണ്ടുപോകത്തുണ്ടാവില്ലല്ലോ. ഒരാളെ കയ്യിൽ നിന്ന് പൈസ ഒന്നും പിടിച്ചു പറിച്ചു കൊണ്ടുപോകത്തില്ലല്ലോ. ഈ പെണ്ണും കൂടെ നിന്ന് കൊടുത്തിട്ടാണല്ലോ ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ. ഐ ഡോണ്ട് നോ ദ റിയാലിറ്റി എന്തായിരുന്നു അവർ തമ്മിലുള്ള റിലേഷൻ എന്നുള്ളത്. പക്ഷെ എന്തുണ്ടെങ്കിൽ എനിക്കിതിനെ കുറിച്ച് പറയാനുള്ളത്, ഇപ്പോ ആ സ്ത്രീയും കൂടെ അനുവദിച്ചിട്ട് ആണല്ലോ സ്ത്രീയുടെ ഫോട്ടോസ് ഒക്കെ എടുത്തത്. പിന്നെ ഫോട്ടോ പബ്ലിക് ആക്കും എന്ന് പറഞ്ഞപ്പോഴാണല്ലോ ഇപ്പോ അവര് കേസ് കൊടുത്തതൊക്കെ. ഒരു കല്യാണം കഴിഞ്ഞ് ഒരു ഭാര്യയുള്ള ഒരാളോട് ഒരു ലിവിങ് ടുഗദർ ആയാലും ഒരു അഫെയർ ആയാലും കൊണ്ട് നടക്കാൻ ഈ സ്ത്രീക്ക് നാണമില്ലേ? ഈ സ്ത്രീ എന്തിനാ അങ്ങനെ ചെയ്തത്? ഫിസിക്കൽ റിലേഷനും ഉണ്ടെന്ന് പറയുന്നു ഇവര് തമ്മില്. അപ്പൊ അങ്ങനെ ഒരു കാര്യം ഒരു ഭാര്യ ഉള്ള ആ പെണ്ണിനോട് ഈ ഒരു സ്ത്രീ ഇയാളുടെ ഭാര്യയോട് ഈ സ്ത്രീ കാണിക്കുന്നത് വഞ്ചനയല്ലേ? അവൻ കാണിക്കുന്ന വഞ്ചന, അവൻ കൊളരാത്തവൻ തന്നെ, അതൊക്കെ. എന്നാൽ ഈ സ്ത്രീക്ക് വിചാരിച്ചൂടെ അത് മറ്റൊരാളുടെ ഭർത്താവാണ്, അയാളെ ഞാൻ ആഗ്രഹിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അയാളോട് മറ്റുള്ള കാര്യങ്ങളൊന്നും പാടില്ല എന്ന് ഇവർക്ക് വിചാരിച്ചുകൂടായിരുന്നു. അവൻ ചോദിക്കുമ്പോൾ പൈസ കൊടുക്കുന്നുണ്ട്, അവൻ വിളിക്കുന്നിടത്തെല്ലാം പോകുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അവൻ തന്നെ പറയുന്നുണ്ട് അവൾക്ക് പ്രശ്നമൊന്നും ഇല്ല. അപ്പൊ ഈ സ്ത്രീക്ക് അറിയാമേ അവന്റെ കല്യാണമൊക്കെ കഴിഞ്ഞതാണെന്ന്. അപ്പൊ അവന്റെ കൂടെ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് തെറ്റല്ലേ? അപ്പൊ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതാണ് ഇവര് പറയുന്നത്, രണ്ടുപേരും ഈക്വലായിട്ട് തെറ്റുകാരല്ലേ? അതെ, എന്റെ കണ്ണിൽ ഞാൻ പറയും ആണെന്ന്. എന്നിട്ട് ഇപ്പൊ രണ്ടുപേരും ഇവിടെ തമ്മിൽ ബ്രേക്കപ്പ് ആവോ എന്തോ പ്രശ്നങ്ങളായപ്പോ അവരും കൊണ്ടുപോയി കേസ് കൊടുത്തു. പക്ഷെ അവരും തെറ്റുകാരല്ലേ? അവരും തെറ്റുകാരാണ്. അവരെ പീഡിപ്പിച്ചതൊന്നും അല്ലല്ലോ, അല്ലെങ്കിൽ അവരെ പിന്നെ നിർബന്ധിച്ച് അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്തൊന്നും ചെയ്തല്ലോ. അവരുടെയും സമ്മതപ്രകാരം അല്ലേ എല്ലാം ചെയ്തത്. പിന്നെ എന്തിനാണ് അവര് കൊണ്ടുപോയി കേസ് കൊടുത്തത്? എനിക്ക് തോന്നുന്നുണ്ട് അവര് പീഡന കേസല്ല കൊടുത്തേക്കുന്നത്, അവര് വഞ്ചന കേസാ കൊടുത്തേക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. പീഡന കേസല്ല അവര് കൊടുത്തേക്കുന്നത്. ഇവൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടല്ല കൊടുത്തത്, വഞ്ചന കേസ്. അതെ, വഞ്ചന കേസാ കൊടുത്തേക്കുന്നത്. അപ്പോൾ കറക്റ്റാണ് അല്ലേ? എന്തുവായാലും ഈ ഒരു വിഷയത്തെ പറ്റി നമ്മുടെ രേണു ചേച്ചി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, കേൾക്കണ്ടേ? ഷിയാസ് കരീമിനെതിരെ വരുന്ന ഈ ഗുരുതര ആരോപണങ്ങളുണ്ടല്ലോ, ഷിയാസ് കരീം നിഷേധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വീണ്ടും ഈ തെളിവുകളൊക്കെ പുറത്തുവിട്ടിരിക്കുന്നു യുവതി. അപ്പോ ഒരു 60 വയസ്സായ ഒരാളെയൊക്കെ ഷിയാസ് കരീം ആ രീതിയിൽ കണ്ടിട്ടോ അല്ലെങ്കിൽ ചെയ്തിട്ടോ ഉണ്ടാവും എന്തെങ്കിലും? തോന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷിയാസ് എന്ന് പറയുന്നത് എന്റെ സുചേട്ടൻ എന്നോട് പറഞ്ഞ എന്റെ അനിയൻകുട്ടൻ എന്നാണ് സുചേട്ടൻ പറയാറുള്ളത്. അപ്പം എനിക്ക് ഷിയാസ് എന്റെ 2-3 വയസ്സിന് മൂത്തതാണ്, പക്ഷെ എന്റെ അനിയൻ തന്നെയാണ് ഷിയാസ്. ഈ അലിഗേഷൻ വന്ന വ്യക്തി ഷിയാസ് കരീമിന്റെ അമ്മയുടെ പ്രായം ഉണ്ടെന്നാ പറയുന്നത്. അത്രയും പ്രായമുള്ള ഒരു വ്യക്തി എനിക്ക് തോന്നുന്നില്ല. അമ്മയുടെ പ്രായമുള്ള വ്യക്തി എടുത്ത് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ ഷിയാസ് കരീം തന്നെയാണ് പറഞ്ഞേക്കുന്നത് 60 വയസ്സുണ്ട് എന്റെ അമ്മയുടെ പ്രായമുള്ളയാന്ന്. നിനക്ക് തോന്നില്ലെങ്കിൽ അപ്പൊ അവൻ തന്നെ പറഞ്ഞത്. പക്ഷേ 60 വയസ്സൊന്നും ഇല്ല കേട്ടോ. 10-40 വയസ്സുള്ള അവരുടെ ഫോട്ടോസ് ഒക്കെ ഉണ്ട്. വളരെ എങ്ങ മീൻസ് 10-40 വയസ്സേ വരത്തുള്ളൂ. അവരെയാണ് 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത്. അല്ലെങ്കിൽ തന്നെ ഇവൻ പറയുന്നു 60 വയസ്സ് കഴിഞ്ഞ് എന്റെ ഉമ്മയുടെ പ്രായമുള്ള ഒരാളാണ്. ഒരു ഉമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയോടാണോ ഇവൻ ഈ രീതിയിൽ കുലിസ ചാറ്റുകൾ നടത്തുന്നത്? ഇവന് നാണമില്ലേ? ഇവൻ എങ്ങനെ തോന്നി ഒരു അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയോട് ഈ രീതിയിൽ സംസാരിക്കാനായിട്ടൊക്കെ ഇവൻ എങ്ങനെ തോന്നി? എന്നിട്ട് നമ്മളെ രേണു ചേച്ചി പറയുന്നു ഞാൻ അയാൾക്ക് സപ്പോർട്ടാണെന്ന്. കേൾപ്പിച്ചു തരാം. ആദ്യം ഇത് തന്നെ പറയട്ടെ. രേണു തന്നെ പറയുന്നുണ്ട് ഞാനത് വിശ്വസിക്കുന്നില്ല എന്ന്. പിന്നെ എന്റെ അനിയൻകുട്ടനെ കൂട്ടാണ് എന്റെ സുധിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ അനിയൻകുട്ടനാ, അപ്പൊ എന്റെ അനിയൻകുട്ടനെ കണക്കാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ രേണു തന്നെ പറഞ്ഞിട്ടുണ്ട് 60 വയസ്സായിട്ടുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, അത് ശരിയല്ലാന്ന്. ഇയാള് തന്നെ പറഞ്ഞതാ എന്റെ ഉമ്മയുടെ പ്രായമുള്ളതാ, എന്റെ പിന്നെ 60 വയസ്സ് കഴിഞ്ഞെന്ന്. ഷിയാസ് കരീമിന്റെ അടുത്ത സുഹൃത്താണല്ലോ. അപ്പൊ ഷിയാസ് കരീമിനെ കുറിച്ച് കുറച്ച് വിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവർക്ക് ഒരു അഭിപ്രായം ഷിയാസിനെ സുചേട്ടൻ ഞാൻ 3-4 പ്രാവശ്യം കണ്ടിട്ടുണ്ട്, 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഷിയാസിനെ സുചേട്ടനുള്ളപ്പോൾ തൊട്ട് അനിയൻ കിട്ടാന്നാണ് സുചേട്ടൻ എന്നോട് പറയുന്നത്. എനിക്കും എന്നെക്കാളും 2-3 വയസ്സ് മൂത്താണ് തോന്നുന്നത്. എങ്കിൽ പോലും എനിക്ക് ഷിയാസ് അനിയൻ കൊണ്ട് തന്നെ ഉണ്ട്. എന്താ പറയാ, നമ്മൾ ഈ പറയുന്ന ഒരു ആരോപണം ഉന്നയിക്കുന്നവരൊക്കെ പിന്നെ എന്നെ പറ്റി കണ്ടില്ല. പെർഫെക്റ്റ് ആണല്ലോ, എല്ലാവരും പെർഫെക്റ്റ് ആയതുകൊണ്ട് പിന്നെ ആർക്കും നേരെ കഴിച്ചുകൊണ്ടാലും സത്യം എന്താണെന്ന് പറയട്ടെ.
തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ തെളിവ് സഹിതം സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ എടുത്തിട്ട് അലക്കും. അത് തെളിവ് സഹിതം വരുന്ന കാര്യങ്ങളാണ്. അതപ്പോ നമുക്ക് തെളിവല്ലേ വിശ്വസിക്കാൻ പറ്റുന്നുള്ളൂ. പറഞ്ഞ കാര്യങ്ങളല്ലേ ഇപ്പൊ ഷിയാസിന്റെ വോയിസ് തന്നെ, ഷിയാസ് തന്നെ പറഞ്ഞ കാര്യങ്ങളല്ലേ ഇപ്പൊ പുറത്തു വന്നത്. എന്നിട്ട് ഷിയാസ് തന്നെ പറയുന്നു 60 വയസ്സ് കഴിഞ്ഞ ഒരു എന്റെ ഉമ്മയുടെ പ്രായമുള്ളതാണ്. എല്ലാം പോട്ടെ, അത്രയും അങ്ങനെ പറഞ്ഞ ഒരു സ്ത്രീയോട് ഈ രീതിയിലുള്ള കുടിശ്ശിക ചെയ്യുന്നത് തന്നെ തെറ്റല്ലേ. ബാക്കിയുള്ള പിന്നെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ആർക്കറിയാൻ പറ്റും. അപ്പൊ അതൊക്കെ സത്യമാവാനല്ലേ വഴി. അല്ലെങ്കിൽ അയാൾ എവിടെ, അയാൾ മുങ്ങിയല്ലോ. ഷിയാസിന്റെ ഫാമിലി എന്തായാലും ഫുൾ സപ്പോർട്ട് ഉണ്ട്. അതുപോലെ ഞാനും എൻ്റെ പേഴ്സണലി എനിക്ക് ഷിയാസിന്റെ സപ്പോർട്ട് ഉണ്ട്. ഒരിക്കലും തെറ്റ് ചെയ്തതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പം എന്നെ സംബന്ധിച്ച് ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ല, എൻ്റെ ഒരു ചാറ്റ് പുറത്ത് വിട്ടുന്നത് എന്താണെന്ന് എനിക്ക് ഓർമ്മ പോലും ഇല്ല എന്താ സംഭവം. അതെത്രയായാലും ചേരുമ്പടിയല്ലേ ചേരൂ. ഷിയാസിനെ കണക്ക് തന്നെ നമ്മളും രേണു അത് കണക്ക് തന്നെ. രേണു പറയുന്നതായിട്ടില്ലേ, എന്റെ ചാറ്റ് പുറത്ത് വിട്ടത് കണക്കല്ലേ ഇത്. ഇനിയിപ്പോ AI ഉണ്ടാക്കിയതാണെന്നായിരിക്കും രേണു പറയുന്നത്. രേണുവിന്റെ ചാറ്റ് AI ഉണ്ടാക്കിയതാണ്. ചില സമയത്ത് അവര് തന്നെ സമ്മതിക്കുന്നുണ്ട് അവര് തന്നെ അവരുടെ തന്നെ ചാറ്റാണെന്ന്. ചില സമയത്ത് പറയും AI ഉണ്ടാക്കിയതാണ്. ഒന്നിനും ഒരു സ്ഥിരതയില്ല. അതേ കണക്ക് തന്നെ ഇപ്പൊ പറയുന്നുണ്ട് ഷിയാസിന്റെ ഈ ചാറ്റും അത് കണക്കുള്ളതാണെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു ഷിയാസ് കരീമിനെ. കാരണം എന്താ, എന്റെ കണക്ക് തന്നെയാണ്, ചേരുംപടി ചേരും. ബോഡി ശരീരമൊക്കെ എനിക്കുണ്ട്. ഒരു സ്ത്രീ ആയിട്ട് സംസാരിക്കുമ്പോൾ എന്റെ കൈ വേർക്കും, എന്റെ ഇവിടെ വേർക്കും. അത് ഞാൻ അൺകംഫർട്ട് ആയിട്ടുള്ള ഒരാളാണ്. എനിക്കൊരു കംഫർട്ട് സോൺ ആയാൽ മാത്രമാണ് സ്ത്രീയാണെങ്കിൽ പുരുഷനായാലും ഞാൻ സംസാരിക്കുള്ളൂ. ഞാൻ പറഞ്ഞില്ല, എന്റെ കൂടെ പ്രേമം നടിച്ച് കൊണ്ടുപോയിട്ട് കേസ് കൊടുത്തിട്ടൊന്നും കാര്യമൊന്നുമില്ല. അത് ഞാൻ പൊട്ടന്മാരായ ആളുകൾ വിശ്വസിക്കും. വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ വിശ്വസിക്കാം എന്നെ പീഡന വീരെന്നോ അല്ലെങ്കിൽ പീഡിപ്പിച്ചോ എന്തോ പറയാം. വിദ്യാഭ്യാസം എല്ലാ ആളുകൾക്കും അത് മനസ്സിലാക്കാൻ പറ്റും. നോട്ട് ദി പോയിന്റ്, വിദ്യാഭ്യാസം ഉള്ള ആൾക്കാർ. അപ്പൊ നമ്മളൊന്നും വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരെന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല. ഞാൻ വിശ്വസിക്കുന്നു. അയ്യോ, വിശ്വസിച്ചാൽ ഞാൻ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളായി പോകത്തില്ലേ? വേണ്ട, എന്തോ ആയിക്കോട്ടെ, നമുക്ക് എന്താ വേണ്ടത് അല്ലേ. പറയുന്നത് കേട്ടില്ലേ, എത്ര മാന്യനായ മനുഷ്യൻ. അപ്പൊ ഈ ചാറ്റുകളൊക്കെ ഈ രീതി പറഞ്ഞതൊക്കെ നീ അല്ലേ? എത്രമാത്രം വൃത്തികെട്ട വാചകങ്ങളൊക്കെ ഒരു സ്ത്രീയോട്, ഭാര്യ വീട്ടിലുള്ളപ്പോ തന്നെ വേറൊരു സ്ത്രീയോട് പറഞ്ഞത്. ഞാനാണോ നീ അവനെ കൊന്നേനെ. എന്നിട്ട് പറയുന്നത് കേട്ടില്ലേ, എനിക്കൊരു സ്ത്രീയോട് സംസാരിക്കാൻ തന്നെ ഇവിടെയൊക്കെ വിയർക്കും. ഞാനൊന്നും പറയുന്നില്ല ഗൈസ്. നമ്മുടെ രേണു ഷിയാസ് കരീമിനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചത്. അവരുടെ ഫാമിലി അവർക്ക് സപ്പോർട്ടാണ്, ഞാനും സപ്പോർട്ടാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ പറയാൻ കാരണം എന്താണെന്നറിയാമോ? കേക്ക്. രേണു എന്ന് പറഞ്ഞ പുള്ളിക്കാരി അല്ലെങ്കിൽ ആ സ്ത്രീ എൻ്റെ സുഹൃത്തിന്റെ ഭാര്യയാണ്. അദ്ദേഹം മരിച്ചുപോയി. എൻ്റെ സഹപ്രവർത്തനായിരുന്നു ആ സ്ത്രീ. എൻ്റെ ലൈഫിൽ ഞാൻ ആകെ 3 വട്ടം കണ്ടിട്ടുള്ളൂ. ഒരു ആലിക്കോട്ട് ഇവന്റ് ഡയലോഗല്ലേ രേണു പറഞ്ഞത്. എന്റെ സുധിച്ചേട്ടന്റെ അനിയനാണ്, അനിയനെ കൂട്ടാണ് കാണുന്നത്. അതേ കണക്ക് തന്നെ ഇയാൾ പറയുന്നത് എന്റെ കൂട്ടുകാരന്റെ ഭാര്യയാണ്. അവിടെ സുധിച്ചേട്ടന്റെ അനിയനായിട്ടാണ് കാണുന്നത്. ഇവിടെ എന്റെ എന്റെ ഫ്രണ്ടിന്റെ കൂട്ടുകാരന്റെ ഭാര്യയാണ്. രണ്ടും ഒരേ കണക്ക് തന്നെ പറയുന്നു അല്ലേ. അപ്പൊ രേണു ഈ വീഡിയോ കണ്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കോപ്പി അടിച്ചിട്ട് രേണു പറയുന്നതാ അത്. ഇത് പറഞ്ഞിട്ടില്ല. അല്ലാതെ ഞാൻ അതിനെ കണ്ടിട്ടില്ല. ഞാൻ ഒരിക്കലും ഒരു വ്യക്തിയെ അറിയാതെ രക്ഷിക്കാറില്ല. പിന്നെ അവരുടെ ലൈഫ് സ്റ്റൈൽ ജീവിച്ചു. അപ്പൊ ഞാൻ ഒരാൾ ഭർത്താവ് മരിച്ചു പോകുന്ന സ്ത്രീ വീട്ടിൽ കയറി വിധവയായിട്ടിരിക്കണമെന്ന് നിർബന്ധമില്ല. മക്കളുണ്ടെങ്കിൽ മക്കളെ ജോലി ചെയ്ത് മക്കളെ പഠിപ്പിക്കാനും മക്കൾക്ക് ഭക്ഷണം നൽകാനും അമ്മമാര് ജോലിക്ക് പോകും. ഞാൻ എപ്പോഴും പറയുന്നു, ഓൾ ദ മോംസ് ആർ സൂപ്പർ ഹീറോസ് ആണ്. ഈ പറഞ്ഞ രേണു ചേച്ചി അല്ലെങ്കിൽ രേണു സുധി ഒരു അമ്മയാണ്. രേണു ചേട്ടൻ എന്നൊരു മകനുണ്ട്, അവരും അമ്മയാണ്. അപ്പം ഞാൻ വെള്ളം കുടിക്കുന്നത്. ഇതുകൊണ്ടാണ് രേണു സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ, എന്നെ സപ്പോർട്ട് ചെയ്തപ്പോൾ ഞാനും സപ്പോർട്ട് ചെയ്യണ്ടേ. അതുകൊണ്ടാണ് രേണു ഇപ്പൊ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത്. മനസ്സിലായോ എല്ലാവർക്കും? അതാണ് കാര്യം. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഇയാളുടെ സംസാരമൊക്കെ കേട്ടിട്ട് അയാൾ അത്ര വലിയ നല്ല പുള്ളിയാണെന്നൊന്നും തോന്നുന്നില്ല. ഇനി എന്താണോ എന്തോ നമുക്ക് വഴിയെ അറിയാൻ പറ്റും. എന്തായാലും സത്യം എന്നാലും തെളിയും. രേണു പറഞ്ഞ പല കള്ളങ്ങളും ഇപ്പം തെളിഞ്ഞു വരുമല്ലേ. അതേ കണക്ക് ഇയാൾ പറഞ്ഞത് കള്ളാണെന്നുണ്ടെങ്കിൽ തെളിയും. അല്ല ആ സ്ത്രീയാണ് സത്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും തെളിയും. നമുക്ക് കാത്തിരുന്ന് കാണാൻ എന്തായാലും ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാ നടക്കുന്നത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കല്ലേ.